ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇറച്ചിക്കറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ഇറച്ചി ആദ്യം തന്നെ കുക്കറിലിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ചേർത്താണ് വെക്കാൻ പോകുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം, അധികം വെള്ളം ചേർക്കണ്ട, കുറുകിയ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാം കൂടി ഒരു സ്പൂൺ വെച്ച് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കും. കുറച്ച് വെള്ളം മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി കുക്കർ അടച്ചു വെച്ച് 8 വിസിൽ വരുന്നത് വരെ വേവിക്കാം. 8 വിസിലും വന്ന് തീർന്നിട്ടുണ്ട്. ഇനി പ്രഷർ മൊത്തം തീരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് പണിയും കൂടി ചെയ്യാനുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി എല്ലാം ഒന്ന് ചൂടാക്കി എടുക്കാം. തീ കുറച്ച് വെച്ച് വേണം ചൂടാക്കി എടുക്കാൻ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, 5 സൈസ് പൊടികളാണ് ചേർത്തിരിക്കുന്നത്. ഇത് മൊത്തം ഒന്ന് നല്ലപോലെ ചൂടാക്കി എടുക്കണം. മുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ചേർക്കാം, എരിവ് വേണമെന്നുണ്ടെങ്കിൽ. നേരെ ചൂടാക്കി കുറച്ച് നേരം ഇട്ട് വേണം എടുക്കാൻ. തീ കുറച്ച് വെച്ച് ഞാൻ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ വീതം ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയുമാണ് പൊടികൾ ചേർത്തിരിക്കുന്നത്. 1/2 കിലോ ഇറച്ചിക്കാണ് ഇത്രയും എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇറച്ചി കൂടുന്നതനുസരിച്ച് മസാലകളും കൂടുതലെടുക്കാൻ ശ്രദ്ധിക്കണം. ചെറുതായിട്ട് മണം വന്ന് തുടങ്ങുന്നുണ്ട്. കരിയരുത്, നേരിയ തീയിൽ വേണം വറുത്തെടുക്കാൻ. അടുപ്പ് ഓഫ് ചെയ്യുകയാണ്. ഇനി കുറച്ച് നേരം പ്രഷർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാനുണ്ട്. ഇറച്ചിയുടെ 8 വിസിലും വന്ന് പ്രഷറെല്ലാം പോയി തീർന്നിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം മാത്രമുണ്ട്. അതും കൂടി ഒന്ന് വറ്റിച്ച് മാറ്റാം. തീ കുറച്ച് കൂട്ടി വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം. വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി വറുത്ത് വെച്ച പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം മല്ലിയെല്ലാം അരിഞ്ഞിട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഊറി വരുന്നുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന പണിയാണിത്.
വേവിക്കേണ്ട വിസിൽ വരേണ്ട ഒരു ഇതേ ഉള്ളൂ. ബാക്കി നമ്മൾ ജോലിയൊക്കെ വളരെ കുറവാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചുവന്നുള്ളിയും കൂടി ചേർത്താണ് ഇത് വേവിക്കുന്നത്. അതിന് ശേഷം പൊടികൾ വറുത്ത് ചേർത്താലും മതി. കറിവേപ്പില ഇട്ട് കൊടുക്കും. ഇത് കുറച്ച് നേരം ചെറിയ തീയിൽ ഒന്ന് കിടന്ന് വറ്റാൻ വെക്കണം. ഗ്രേവി എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ സവാള ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ തന്നെ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാവുന്നതാണ്, കറിയിൽ തന്നെ. ഞാൻ ഉള്ളിയും കറിവേപ്പിലയും പൊരിച്ചാണ് ഇടാൻ പോകുന്നത്. നേരിട്ട് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എണ്ണ ചൂടായി വരുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. സവാള നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കാം. സവാള നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് ഇറച്ചിക്കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല രുചിയുള്ള കറിയാണിത്. വളരെ പെട്ടെന്ന് എവിടെയെങ്കിലും പോകുന്ന സമയമെല്ലാം നമുക്ക് ചെയ്ത് വെച്ചിട്ട് പോകാനോ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും അരിപ്പത്തിരിയുടെ കൂടെയും പറോട്ടയുടെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റുന്ന കറിയാണിത്. ഇതെല്ലാവരും ചെയ്തു നോക്കണം. ചെയ്തു നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. കമൻറ്റിലൂടെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇച്ചിരി കൂടി ഒന്ന് നല്ല തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അടുപ്പ് ഓഫാക്കാം. ഉപ്പും മുളകും എല്ലാം വളരെ കറക്റ്റായിട്ടുണ്ട്. എരിവ് ഇച്ചിരി മുന്തി നിൽക്കണം ഇതിൽ. ഈ കറിയിൽ സ്പെഷ്യലായിട്ട് എരിവാണ് മെയിൻ വേണ്ടത്. അതുകൊണ്ട് കുരുമുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ടത്. അതിനുകൊണ്ട് ഞാൻ കുരുമുളക് പൊടിയും കുറച്ച് പിരിയൻ മുളകും ചേർത്തിട്ടുണ്ട്. കാശ്മീരി പൊടി കളറിന് വേണ്ടിയാണ് ഇട്ടത്. ഇറച്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് അണച്ചതിന് ശേഷം കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.